മുഴുവൻ ആകാശവും ക്രൂരമായി പിളർന്നുപോയതുപോലെ ഭീകരമായ ഇടിമുഴക്കത്തോടെയുള്ള മഴ നിർത്താതെ കുത്തി നിറഞ്ഞുകൊണ്ടിരുന്നു. ഇടതൂർന്ന മഴയുടെ വെള്ളിനൂരുകൾക്കിടയിൽ മരങ്ങളില്ലാത്ത, വീടുകളില്ലാത്ത, ഒരു മനുഷ്യജീവിയുടെ സാന്നിധ്യം പോലും ഒരിക്കലും പതിയാത്തതുപോലെ തോന്നുന്ന അറ്റം കാണാത്ത ഒരു പാഴ്പ്രാന്തരം നീണ്ടു നിവർന്നു കിടന്നു. കറുത്ത ഇരുട്ടിനുള്ളിൽ ആകാശം മറഞ്ഞതുപോലെ മറ്റൊരിരുട്ട് മാത്രം അവിടെ വലയം ചെയ്യുകയായിരുന്നു. അപകടകരമായ ആ വിജനതയെ തുളച്ചുകൊണ്ട് ഒരു കാർ നിലവിളിപ്പോലെ മുന്നോട്ടു പാഞ്ഞു. പാഴ്നിലത്തിലൂടെ നീളുന്ന കുഴികളാൽ ചിതറിച്ച റോഡിൽ ടയറുകൾ ഓരോ തവണയും ഇടിക്കുമ്പോൾ കാറിനുള്ളിൽ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു. എന്നാൽ ആ ഇരുട്ടിനെ ഭേദിക്കാൻ വെമ്പുന്നതുപോലെ കാർ ഒരു നിമിഷം പോലും വേഗത കുറച്ചില്ല. കാറിനുള്ളിൽ 2 പേർ അവരുടേതായ ലോകത്തിൽ. മുന്നിലെ സീറ്റിലിരുന്നവൻ തന്റെ ചുണ്ടുകൾക്കിടയിൽ അമർത്തിയ സിഗരറ്റിൽ നിന്നും ചാരനിറം കലർന്ന പുകയുയർത്തിക്കൊണ്ടിരുന്നു. അവൻ പുറത്തേക്കെടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഒരുതരം തളർച്ച നിഴയിച്ചു. മഴയുടെ നനവുള്ള തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വരാതിരിക്കാൻ അവൻ ജനൽ ചില്ല് കുറച്ചുമാത്രം താഴെ ഇറക്കിയിരുന്നു. പുകയെ, തന്റെ ക്ഷീണത്തെ എന്ന വണ്ണം അവൻ സാവധാനം പുറത്തേക്ക് ഊതിക്കളഞ്ഞു. മറ്റൊരാൾ പിറകിലെ സീറ്റിൽ. ഇരുവരും ഒരുമിച്ചായിരുന്നെങ്കിലും ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അവർക്കിടയിൽ പ്രവഹിക്കുന്ന മൗനത്തിന് കട്ടിയുണ്ടായിരുന്നു. എങ്കിലും ആ ഭാരമേറിയ നിശബ്ദതയുടെ ഇടയിലൂടെ ഒരു മന്ദമായ ഇംഗ്ലീഷ് പാട്ട് കാറിന്റെ സ്പീക്കറുകളിൽ നിന്നും മെല്ലെ ഒഴുകി. പാട്ടിന്റെ താളം പോലും പഴകിയതുപോലെ ഒരുതരം മന്ദഗതിയിൽ, അനാസ്യതയോടെ ആ ഈണം കാറിനുള്ളിൽ അലയടിച്ചു. അവസാനിക്കാത്ത ആ പാഴ്ഭൂമിയിലൂടെ കാർ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡിന് ഒരു അപകടകരമായ വളവുണ്ടായി. ഡ്രൈവർ സ്റ്റിയറിംഗ് അല്പമൊന്ന് വെട്ടിത്തിരിച്ചു. സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നവൻ തലചായിച്ച് ജനൽ ചില്ലിനപ്പുറത്തുള്ള ഇരുണ്ട പുറം ലോകത്തേക്ക് നോക്കി. അപ്പോൾ ആകാശം പിളർന്നുകൊണ്ട് ഒരു ഭീമാകാരമായ ഇടിമിന്നൽ തെളിഞ്ഞു. അതിന്റെ നീലയും വെളുപ്പും കലർന്ന വെളിച്ചം ഒരൊറ്റ നിമിഷത്തേക്ക് ഭൂമിയെ പ്രകാശമാനമാക്കി. ആ മിന്നൽ വെളിച്ചം മഴയുടെ തിരശ്ശീലയ്ക്ക് മറവിൽ ഒളിച്ചിപ്പിച്ചൊരു രൂപത്തെ വെളിപ്പെടുത്തി. പകുതി തകർന്ന ഒരു പള്ളി. അതൊരു ഭീകരരൂപം പോലെ വിജനതയിൽ ഒറ്റപ്പെട്ടു നിന്നു. തീപിടിച്ചാളെന്നോണം കറുത്തുപോയ അതിന്റെ പഴക്കം ചെന്ന കല്ലുകളിൽ നിന്നും വെള്ളപ്പുകയുടെ ഒരു പാടലം ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു. ആ പുക നിലത്തുനിന്നുയരുന്നതാണോ അതോ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭീകരമായ അവസ്ഥ. മുന്നിലിരുന്നവൻ ചുണ്ടുകൾ ഒരു നേർത്ത വര പോലെ ചുരുക്കി ചോദിച്ചു, "ഇതാണോ?" അവന്റെ ശബ്ദത്തിൽ സംശയത്തെക്കാളേറെ ശതന്നയില്ലായ്മ കലർന്നിരുന്നു. സിഗരറ്റ് വലിക്കുന്നവൻ മറുപടിക്ക് മുൻപ് ആ ചാരനിറമുള്ള പുക സാവധാനം ജനലിലൂടെ പുറത്തേക്ക് ഊതിക്കളഞ്ഞു. അവന്റെ ചുണ്ടുകൾ ഒരു തണുത്ത പുഞ്ചിരിയിലൂടെ മെല്ലെ വിടർന്നു. "അതെ, ഇതാണ്." അവന്റെ വാക്കുകൾക്ക് ഉറപ്പും നിസ്സംഗതയുമുണ്ടായിരുന്നു. പിറകിലിരുന്നവൻ ശ്വാസമുള്ളിലേക്ക് കുടുങ്ങിക്കൊണ്ട് ചോദിച്ചു, "ശരി, ഇനി?" ചോദ്യം കഠിനമായൊരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ടെൻഷൻ വെളിപ്പെടുത്തി. മുന്നിലെ സീറ്റിലിരുന്നവൻ തന്റെ തല ഏതോ അകലെയുള്ള ഒരു ഇരുട്ടിലേക്ക് ചായച്ചുകൊണ്ട് ദൂരെയെങ്ങോ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, "നമുക്ക് സമയമധികമില്ല. നമുക്കകത്ത് ചെല്ലണം. വേഗം." അവന്റെ വാക്കുകൾ അവസാനിച്ചതും ഒരുമിച്ച് ഇരുമ്പ് കതകുകൾ തുറക്കുന്ന കഠിനമായ ശബ്ദത്തോടെ കാറിന്റെ വാതിലുകൾ തുറന്നു. മഴക്കാറ്റ് മൂർച്ചയുള്ള കത്തി പോലെ ചൂളിക്കൊണ്ട് കാറിനുള്ളിലേക്ക് ഇരച്ചുകയറി, അവരുടെ ശരീരത്തിൽ തുളച്ചുകയറി. അവരുടെ മുന്നിൽ ആ പള്ളി ഒരു മരിച്ചവന്റെ കണ്ണുകൾ പോലുള്ള ഗർത്തങ്ങൾ തുറന്നു നിൽക്കുകയായിരുന്നു. അകത്തെന്തോ കാത്തിരിക്കുന്നു, പറയാനാകാത്തതും കേൾക്കാനാകാത്തതും. പക്ഷേ അതിന്റെ സാന്നിധ്യം മഴയുടെ ശബ്ദത്തിനിടയിലും കേൾക്കുമായിരുന്നു. "നമുക്കധികം സമയമില്ല, വേഗമിറങ്ങാം." മഴയുടെ ശീതളമായ മണവും തണുപ്പിന്റെ കടുപ്പമേറിയ പ്രഹരവും മുഖത്തേറ്റുകൊണ്ട് ഇരുവരും കാറിൽ നിന്ന് പുറത്തിറങ്ങി. കാറിന്റെ വാതിലടഞ്ഞപ്പോൾ ആ ശബ്ദം വിജനമായ പാഴ്നിലത്തിൽ അലയടിച്ചു. "വേഗം വരൂ," മുന്നിൽ നിന്നവൻ തിടുക്കത്തിൽ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ അക്ഷമയും ലക്ഷ്യത്തിലെത്തിച്ചേരേണ്ടതിന്റെ നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നു. "നമുക്ക് സമയമില്ല." അവർ കാൽ വെച്ച നിലം മുഴുവൻ കട്ടിയുള്ള ചെളി നിറഞ്ഞു കിടക്കുകയായിരുന്നു. രാവും മഴയും ചേർന്ന് അതിനെ കുഴമ്പ് രൂപത്തിലാക്കിയിരുന്നു. ഓരോ ചുവടുവെപ്പിലും അവരുടെ പാദങ്ങൾ ആ ചെളിയിൽ ആഴുന്നു. ചെളി പശ പോലെ കാലിൽ ഒട്ടിപ്പിടിച്ചു. ആ കുഴഞ്ഞ മണ്ണിൽ കാൽ മുങ്ങിക്കൊണ്ട് അവർ തകർന്ന പള്ളിയുടെ കവാടത്തിലേക്ക് വേഗത്തിൽ നടന്നു. ചുറ്റും തവളകളുടെ ഊർജ്ജസ്വലമായ കരച്ചിലും ചീവിടുകളുടെ തുടർച്ചയായ ശബ്ദവും മാത്രം. മഴയുടെ ശബ്ദത്തോടൊപ്പം ഈ ജീവികളുടെ നിർത്താതെയുള്ള മർമ്മരം ആ പ്രദേശത്തിന് ഒരുതരം അസ്വസ്ഥത നൽകി. നിലത്തുനിന്നോ കല്ലുകളിൽ നിന്നുയർന്ന വെള്ള കട്ടിയുള്ള പുക ഇരുട്ടിനൊപ്പം ചുറ്റും കനത്തിൽ പടർന്നിരുന്നു. അത് കാരണം ഒരു 2 അടി മുമ്പുള്ള കാഴ്ച പോലും വ്യക്തമായി കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവർ. ലോകം മുഴുവൻ ഈ പുകമഞ്ഞിൽ അപ്രത്യക്ഷമായതുപോലെ അവർക്ക് തോന്നി. പള്ളിയുടെ മുൻവശത്ത്
ഒരു തകർന്ന പ്രതിമ. പഴക്കം ചെന്ന സൈഡ് അടർന്നു വീണു നിൽക്കുന്ന ആ പ്രതിമയുടെ പക്കൽ ഒരൊറ്റ ബൾബ് വിറച്ചുകൊണ്ട് തെളിഞ്ഞു നിന്നു. ആ ബൾബിന്റെ വിറയലിൽ പ്രതിമയുടെ മുഖം ഭീകരമായൊരു മനുഷ്യരൂപത്തിന് സമാനമായി മാറി നിന്നു. വേഗം വാ, അയാൾ വീണ്ടും പറഞ്ഞു. ആ ഭാഗത്ത് നോക്ക്, അതിവിടെ എവിടെയോ ആയിരിക്കും. അയാൾ തുടർന്ന് സംസാരിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ ആ നിമിഷം പിന്നിൽ നിന്ന് കേവലം ഒരു കാറ്റിലൊതുങ്ങാത്ത ശക്തിയായി ചിറകടിച്ചു പറന്നുപോകുന്ന ഒരു ശബ്ദം അന്തരീക്ഷത്തെ കീറിമുറിച്ചു. അതൊരു മരത്തിലേറുന്നൊരു വലിയ പക്ഷിയുടേതുപോലെ ഭാരമേറിയതും ഭീകരവുമായിരുന്നു. അവരിരുവരും ഞെട്ടി ഒരേ താളത്തിൽ തിരിഞ്ഞു നോക്കി. പക്ഷെ അവരെ ഒന്നുമില്ല. കണ്ണുകൾ തപ്പി ആകാശമോ മരച്ചില്ലകളോ ആ ചിറകടിക്ക് സാക്ഷ്യം വഹിച്ചില്ല. തെരുവ് നിസ്സംഗമായി കിടന്നു. തണുത്ത മഴയുടെ ഇടതടവില്ലാത്ത മർമ്മരം, പുകയുടെ മണം, തെരുവിന്റെ നനഞ്ഞ നിശബ്ദത, ആകെ ബാക്കിയായത് അത്രമാത്രം. അവരുടെ നോട്ടം മെല്ലെ മുന്നോട്ട് നീങ്ങി. ഇരുട്ടിൽ മുങ്ങി നിന്ന ആ തെരുവിൽ നിർത്തിയിട്ട കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ മഞ്ഞയും വിളറിയതുമായ വെളിച്ചം ഒരു തുരങ്കം പോലെ മുന്നോട്ട് പാഞ്ഞു. ആ വെളിച്ചം ചെന്ന് തട്ടിയ ഇടത്ത് വഴിയോരത്തെ പഴക്കം ചെന്ന പള്ളിയുടെ വലിയ തടിവാതിൽ വ്യക്തമായി തെളിഞ്ഞിരുന്നു. ആ വെളിച്ചക്കീറിനുള്ളിൽ അതാ ഒരാൾ, കൃത്യമായി പറഞ്ഞാൽ ഒരാളുടെ കറുത്ത നിഴൽ മാത്രം തറയിൽ കാലുരുചി പോകുന്നതുപോലെ മെല്ലെ ഇരുട്ടിൽ ലയിക്കുന്നത് അവർ കണ്ടു. അതൊരു മിന്നായം പോലെയായിരുന്നില്ല, മറിച്ച് സാവധാനം ഇരുട്ടിൽ ലയിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. അയാളുടെ ശബ്ദം വിറച്ചു. അവിടെ ആരോ